മദനോത്സവം നമ്മുടെ സുരാജ് ഏട്ടന്റെ OTT റിലീസ് ചെയ്ത ഒരു പൊളിറ്റിക്കൽ സട്ടയർ ആണ് മദനോത്സവം. 2023 തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. ഇപ്പോഴാണ് OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറെ പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു ഈ പടത്തിന്. വേറെ കാരണമൊന്നുമല്ല, രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സിനിമ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഈ സിനിമ എന്നാത്താൻ കേസുകൂടായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന്റെ സ്ക്രീൻ പ്ലേ ആണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ സിനിമ കുറച്ചും കൂടി ഹ്യൂമറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത സിനിമയാണ്. പക്ഷെ പറയേണ്ട പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സുരാജ് ഏട്ടന്റെ ക്യാരക്ടർ വേണ്ടി സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടൊരു ക്യാരക്ടറാണ്. ഈ കളറുള്ള കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിറ്റ് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ. ഇങ്ങനെ പേര് മദനൻ മല്ലക്കര എന്നാണ്. നമ്മുടെ ബാബു ആന്റണിയുടെ പേര് വന്നിട്ട് മദനൻ മഞ്ഞക്കര. സോ ഈ പേരിലുള്ള സിമിലാരിറ്റി കാരണം ഇലക്ഷന് നിർത്തുകയാണ് ബാബു ആന്റണിക്കെതിരെ. അതിന്റെ ഇടയിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകണു. ആ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. പക്ഷെ പറയേണ്ട പൊളിറ്റിക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതിൽ നമ്മുടെ ബാബു ആന്റണി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സാഫ്രനൈസ്ഡ് ബോബി ചെമ്മണ്ണൂർ എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഹ്യൂമർ സീൻസ് തന്നെയാണ്. അതിൽ സുരാജ് ഏട്ടന്റെ ചില